അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എർത്ത് കട്ടിങ്ങിൻ്റെ ഭാഗമായി ലാൻഡ് ഡെവലപ്മെൻറ്റ് പെർമിറ്റ് എടുക്കുമ്പോൾ ഏത് രീതിയിലാണ് ഡ്രോയിങ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ചെയ്യും എന്ന്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഡ്രോയിങ്ങിനകത്ത് മറ്റൊരു സൈറ്റിൻ്റെ എർത്ത് കട്ടിങ് ഡീറ്റെയിൽസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഡ്രോയിങ്ങായിട്ട് ബന്ധമുള്ള ഡ്രോയിങ് അല്ല ഇത്, പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇത് മതി എന്നുള്ളത് കൊണ്ടാണ് ഞാനിതിവിടെ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരുന്നത്. ഇത് നമ്മളുടെ സൈറ്റിൽ നിന്ന് മണ്ണെടുക്കുന്നതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ്, പ്ലാനാണ്. ഇത്രയും ഏരിയയിൽ നിന്നാണ് നമ്മൾ മണ്ണെടുക്കുന്നത്. ഇത് റിട്ടൈൻ വാൾ വരുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്, ഈ ഒരു ക്രോസ് സെക്ഷനകത്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു 0 ലെവലിൽ നിന്നും 4.4 എന്ന് പറയുന്ന ഹൈറ്റിലേക്കാണ് സ്ലോപ്പ് പോകുന്നത് കട്ടിങ്ങിൻ്റെ. പക്ഷേ ഇതിലിടയ്ക്ക് ഇവിടെ വെച്ചൊന്ന് ലെവൽ മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാനിനകത്ത് 2 ലെവലായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. 18 മീറ്റർ വരെ ഒരു ലെവലും അതിൻ്റെ ഏരിയ, ഈ ഒരു പ്ലാൻ പ്രകാരമുള്ള ഏരിയ എത്രയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്, m² ആയിട്ട്. രണ്ടാമത്തെ സെക്ഷനിൽ വരുന്ന ഏരിയ കാണിച്ചിട്ടുണ്ട്. രണ്ടിൻ്റെ ഏരിയ നമ്മൾ ഇവിടെ ആവറേജ് ഹൈറ്റായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു റെക്റ്റാങ്കിളാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി ഹൈറ്റ് ആയിരിക്കുമല്ലോ ഇവിടെ വരിക. ടോട്ടൽ ഹൈറ്റ് 3.2 വരും, അതിൻ്റെ പകുതി 1.6. ഈ 1.6 മീറ്റർ ഹൈറ്റ് ഇൻറ്റു ഈ ഒരു പാർട്ട് 1ൻ്റെ ഏരിയ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 249.36 m² ഇൻറ്റു 1.6 സമം 398.98 m³. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ സെക്ഷൻ്റെ ഏരിയ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ബിൽഡിംഗ് പ്ലാനും കൂടി ഇതിനകത്ത്, ക്രോസ് സെക്ഷനും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അത് ചെയ്യേണ്ട രീതി ഞാൻ വേറൊരു ബേസ്മെൻറ്റ് ഫ്ലോറിൻ്റെ ഡ്രോയിങ് ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ബേസ്മെൻറ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ്. ഇതാണ് റീറ്റൈനിങ് വാള്. റീറ്റൈനിങ് വാളിൽ നിന്നും 70 സെൻറ്റിമീറ്റർ അധികമായിട്ടാണ് നമ്മൾ മണ്ണെടുക്കുന്നത്. ഇത്ര ഏരിയയിൽ നിന്നാണ് മണ്ണെടുക്കുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. 70 സെൻറ്റിമീറ്റർ വരുന്ന ഭാഗം നമ്മൾ ഇവിടെ കണ്ടോ, റിട്ടൈൻ വാൾ കാണിച്ചിട്ടുണ്ട്. റിട്ടൈൻ വാളിൻ്റെ പുറത്തേക്ക് 70 സെൻറ്റിമീറ്റർ മണ്ണെടുക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അവിടെ ഇത്ര ഏരിയ നമ്മൾ റീഫിൽ ചെയ്യുന്നുണ്ട്, ആ ഡീറ്റെയിൽസും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ 1.57 മീറ്റർ ഡെപ്തിലാണ് മണ്ണെടുക്കുന്നത്. അത്ര ഏരിയ നമ്മൾ ഹാച്ച് ചെയ്തിട്ട് എത്ര ഏരിയയിൽ നിന്നാണ് എടുക്കുന്നതെന്ന് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയ, പ്ലാൻ പ്രകാരമുള്ള ഏരിയ ഇൻറ്റു 1.57 ടോട്ടൽ 416 മീറ്റർ ക്യൂബ് മണ്ണാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് പ്ലാനും കൂടി ഉൾപ്പെടുത്തി ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ പ്ലാനിനനുസരിച്ച്, നിങ്ങളുടെ പ്ലാന് വീടായിരിക്കാം, മറ്റ് ബിൽഡിങ്ങുകളായിരിക്കാം, അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനും കൂടി മുകളിലേക്ക് ഇത്രയും ഫുള്ളായിട്ടൊന്നും കാണിക്കണമെന്നില്ല. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ സെക്ഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെ കൃത്യമായി ഡ്രോയിങ്ങിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് ബ്രേക്ക് ലൈനായിട്ട് കാണിച്ചാൽ മതി. ഈ ഒരു എർത്ത് കട്ടിങ്ങിൻ്റെ ഭാഗത്ത് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക. കൃത്യമായി അതിൻ്റെ എത്ര ഏരിയ നമ്മൾ റീഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി കാണിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലെയർ മാട്രിക്സിനകത്ത് എക്സ്കാവേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഷീറ്റ് 1, 2, 3 നമുക്കൊരു ഷീറ്റ് വരുന്നുള്ളൂ. ആ ഒരു ഷീറ്റ് നമ്മൾ മൊത്തത്തിൽ മാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5 മീറ്ററിൽ കൂടുതൽ ഡെപ്ത് വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നമുക്കിങ്ങനെ എർത്ത് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ലാൻഡ് ഡെവലപ്മെൻറ്റ് പെർമിറ്റ് ആവശ്യമുള്ളൂ. ലാൻഡ് ഡെവലപ്മെൻറ്റ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്ററിൽ കൂടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ആവശ്യമുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ഒരു ഷീറ്റ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് 1.5 മീറ്ററിൽ കുറവാണ്, എന്നാൽ എർത്ത് നമുക്ക് മറ്റൊരു സൈറ്റിലേക്ക് മൂവ് ചെയ്യണം, എന്നാൽ ഇങ്ങനൊരു ഷീറ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് സർവീസ് പ്ലാനിനകത്തോ സൈറ്റ് പ്ലാനിനകത്തോ, ഈ ഷീറ്റ് ഇപ്പോൾ ചെറുതാണ്, ഷീറ്റ് വലുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഷീറ്റ് വലുതാക്കിയതിന് ശേഷം ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഈ 2 ഷീറ്റിനകത്ത് ഏതെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തിയാൽ മതി. നമ്മൾ ഈ ലെയർ മാട്രിക്സ് ഒക്കെ ചെയ്ത് മാച്ച് ചെയ്ത് വരുന്നതിന് മുമ്പ് മൊത്തത്തിൽ നമ്മൾ സൈറ്റ് പ്ലാൻ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സർവീസ് പ്ലാൻ പ്രിൻ്റ് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഡീറ്റെയിൽസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൽ ഈ 2 ഷീറ്റിനകത്ത് ഏതെങ്കിലും ഒന്നിൽ കാണിച്ചാൽ മതി കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഇവിടെ നോ കൊടുക്കണം. നമ്മൾ ഇങ്ങനെ ഒരു 1.5 മീറ്ററിൽ കൂടുതൽ വരുമ്പോൾ പ്രത്യേക ഷീറ്റ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലെയർ വെച്ചിട്ട് നമ്മൾ ഡ്രോയിങ്ങിൽ മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ എസ് കാണിച്ചിട്ടാണ് പോകേണ്ടത്.
പ്രത്യേകം ശ്രദ്ധിക്കുക, സെൽഫ് സർട്ടിഫൈഡ് ആയിട്ട് പെർമിറ്റ് എടുക്കുമ്പോൾ 1.5 മീറ്ററിൽ കൂടുതൽ മണ്ണെടുക്കുന്നതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ സെൽഫായിട്ട് പെർമിറ്റ് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ 1.5 മീറ്ററിൽ കൂടുതൽ ഡെപ്തിൽ മണ്ണെടുക്കുന്നതായിട്ട് കാണിച്ച് ഒന്ന് സ്ക്രൂട്ടിനി ചെക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ പ്രപ്പോസ്ഡ് ബിൽഡിംഗ് ആണ്, 6.37 ആണ് ഹൈറ്റ് വരുന്നത്. ആപ്ലിക്കേഷൻ ടൈപ്പ് ലോ റിസ്ക് ആയിരുന്നൊരു ബിൽഡിങ്ങിന് നമ്മൾ എർത്ത് കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസും കൂടി ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് വരാമെന്ന് നോക്കട്ടെ. ഒന്ന് സ്ക്രൂട്ടിനി ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ അക്സെപ്റ്റായി വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ടൈപ്പ് മാറി, ജനറലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എർത്ത് കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസും വന്നിട്ടുണ്ടായിരിക്കും. കണ്ടോ, ഡെപ്ത്ത് കട്ടിങ്, അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് PDF ഡ്രോയിങ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സൈറ്റ് പ്ലാൻ വന്നിട്ടുണ്ട്, സർവീസ് പ്ലാൻ, ബിൽഡിംഗ് പ്ലാൻ. ബിൽഡിംഗ് പ്ലാനിനകത്താണ് എർത്ത് കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസും കൂടി ഉൾപ്പെട്ട് വരട്ടെ. കണ്ടോ, വേറൊരു ഷീറ്റായിട്ട് തന്നെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1.5 മീറ്ററിൽ കൂടുമ്പോൾ മാത്രമാണ് നമ്മളിങ്ങനെ ഷീറ്റായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്കിവിടെ ഈ 1.5 മീറ്ററിൽ മണ്ണ് എടുക്കുന്നില്ല, ഇവിടെ നമ്മൾ നോ കാണിക്കുകയാണ്. എർത്ത് കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വേണമെങ്കിൽ ഈ ഒരു സൈറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ട് കാണിക്കാം. കണ്ടോ, ഇവിടെ അക്സെപ്റ്റായി വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ടൈപ്പ് ലോ റിസ്ക് ആയി മാറിയിട്ടുണ്ട്. PDF ഡ്രോയിങ്സ് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഈ സൈറ്റ് പ്ലാനിനകത്ത് തന്നെ ഇത്രയും ഡീറ്റെയിൽസും കൂടി ഉൾപ്പെട്ടതായിട്ട് വന്നിട്ടുണ്ട്. പലരും ഒരു ലൊക്കേഷൻ പ്ലാനിനകത്ത് കുഞ്ഞതായിട്ടൊക്കെ ഈ ഒരു സൈറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, വലിയൊരു ഷീറ്റിൽ ചെറിയൊരു സൈറ്റ് പ്ലാൻ. ശരിക്കും സൈറ്റ് പ്ലാനിനകത്ത് ഇത്രയും ഡീറ്റെയിൽസ് മതി. ഈ ഫ്രണ്ടിൽ വരുന്ന റോഡും ഇത്രയും ഡീറ്റെയിൽസ് മതി. ബാക്കി റോഡിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കീ പ്ലാനായിട്ട് ഉൾപ്പെടുത്തിയിട്ട് ചെറുതാക്കിയിട്ട് സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം, സ്കെയിൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ അത്രയും വലിയൊരു ഡ്രോയിങ്ങിനെ, അതായത് ഇതിൽ ലൊക്കേഷൻ പ്ലാനും സൈറ്റ് പ്ലാനും കൂടി ഒരുമിച്ച് റോഡൊക്കെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരിക്കും. ഇതിനടക്കം മൊത്തത്തിൽ വലിയൊരു ഷീറ്റ്, ഇത് PDF ഡ്രോയിങ് വരുമ്പോൾ ഇത് കുഞ്ഞതായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും, ഇത്രയും ഏരിയ റോഡും കാര്യങ്ങളായിട്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ചെക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വ്യക്തമായ രീതിയിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ 2 ടൈപ്പ് പറഞ്ഞു. 1.5 മീറ്ററിൽ കൂടുതൽ മണ്ണെടുക്കുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഡ്രോയിങ് ചെയ്യേണ്ടത്, 1.5 മീറ്ററിൽ കുറവ് മണ്ണെടുക്കുമ്പോൾ എങ്ങനെയാണ് ഡ്രോയിങ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയോ കമൻറ്റ് ബോക്സ് വഴി യൂട്യൂബിലോ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.